സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ച എന്നിയെ കാത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനെ. കാഴ്ചയാലല്ല വിശ്വാസത്താലേ, വാഴ്ചയേകി നിത്യം ചേർത്തവനെ. സ്തോത്രഗീതം പാടുക നീ മനമേ, കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അപരാത്രി കാലം അല്പസമയം ഉറങ്ങി ഉണരുവാനും എൻ്റെ കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു ദിനം കൂടെ തന്നല്ലോ. ആരോഗ്യത്തിലും സുബോധത്തിലും എൻ്റെ അപ്പൻ്റെ പാദപീഠം ചാർന്നിരിപ്പാൻ തക്കണ്ണ മടിയനെ സഹായിച്ച് ബലപ്പെടുത്തി ഓർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കലാണല്ലോ. ദാനമായി നൽകേണ്ടതിനായി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം അടിയങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിക്കുമാറാകണം. ഞങ്ങളുടെ ശരീരാത്മദേഹികളൊക്കെ ബലപ്പെടണം. എല്ലാവിധ ക്ഷീണങ്ങളും ഭാരങ്ങളും രോഗങ്ങളും മാറണം. എല്ലാ വിടുതലും സൗഖ്യവും ആശ്വാസവും അടിയങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവ്. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ചേ മതിയാവും കർത്താവ്. അപ്പം ഞങ്ങളുടെ കുടുംബത്തെ തിരുമുൻപാകെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനമെല്ലാം നന്ദിയോടെ സ്തോത്രത്തോടെ അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാം അവിടുത്തെ കൃപയൊന്ന് മാത്രം, അവിടുത്തെ ദാനമാണ്. നന്ദി അപ്പ, നന്ദി 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 കർത്താവേ, നന്ദി. ഇന്നുവരെ അത്ഭുത അതിശയമായി അവിടുത്തെ കരം ചാർത്ത് പിടിച്ച് ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്തിട്ട് സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം. ആമേൻ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കുന്നിടത്ത വചനമാണ്. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ, അവരുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിക്കട്ടെ. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളൊക്കെയും തുറക്കുകയാണ്. എൻ്റെ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലവരെ മറച്ചു. സ്കൂളിൽ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോകുവാനും വരുവാനും ഒക്കെ സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ പഠിക്കുവാൻ ഇടയാക്കണേ. നല്ല മാർക്കോടെ പിന്നെയും പാസ്സാകാൻ സഹായിക്കണമേ. അവരുടെ ഭാവി അപ്പച്ചൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ജോലി ചെയ്യുന്ന മക്കളെ സഹായിച്ച് ബലപ്പെടുത്തി കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് സഹായിച്ച് സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം കൃപയാൽ വളർത്തിത്തരുമാറാകണം, ബാലപ്പിഴയിൽ നിന്ന് വിടുവിച്ചു കൊള്ളുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആവശ്യഭാരങ്ങളുടെ നടുവിൽ കരയുന്നതിൻ്റെ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് പുജന്മാർഗത്തിൻ്റെ വഴി തുറക്കുവാൻ പോകുന്നവർക്ക് നന്ദി പറയുന്നു. വിവാഹപ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണയൊരുക്കിയവരുടെ വിവാഹം നടക്കുവാൻ പോകുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. വിവാഹത്തിന് തയ്യാറാക്കുന്നവരുടെ കുഞ്ഞുങ്ങൾക്ക് അത്ര കർത്താവെ വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാഥ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നുണ്ട്. സ്വർഗം തലമുറ നൽകി അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായ മക്കളെ സമർപ്പിക്കുന്ന മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിച്ചാട്ട്. എൻ്റെ കർത്താവെ, യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നവരുടെ യാത്രയിൽ കൂടെയിരിക്കണമേ. രാത്രികാലം സുഖകരമായി ഉറങ്ങി ഉണർന്ന് നിശ്ചസ്ഥാനത്ത് ഇറങ്ങി കർത്താവെ തൻ്റെ പ്രിയപ്പെട്ടവരോട് ചേരുവാൻ ഇടയാക്കണമേ. അപ്പാ, സ്തോത്രം. ആരോഗ്യത്തിലും സമാധാനത്തിലും കൃപയിലും സൂക്ഷിക്കണം. രാത്രിയിലെ ഭയത്തെയും പകൽപ്പിറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ലെന്ന വചനത്താൽ കുഞ്ഞുങ്ങളെല്ലാം സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതുവർഷകാലം പുതിയ നന്മയും അനുഗ്രഹവും സമാധാനവും കൊടുത്ത് ഓരോ മക്കളെയും കാത്തുകൊള്ളണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലയിൽ ദൂരത്തും ചാരത്തുമാരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ ഉപജീവനമാർഗം
ബിസിനസ് ചെയ്യുന്ന മക്കളെ എല്ലാം ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. ദിനംതോറും വേണ്ടുന്നത് കർത്താവ് കൊടുക്കണം. കഷ്ടനഷ്ടം കൂടാതെ എല്ലാവരെയും കാത്തുകൊള്ളുമാറാകണം. അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ ഓർക്കുന്നു. അവരെ ചൊല്ലി ഭാരപ്പെടുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, മാനസാന്തരങ്ങളെ ഒഴിവിച്ചേ മതിയാകുന്നു പ്രാർത്ഥിക്കുകയപ്പ. ദൈവമേ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ പാർക്കുന്നവരുണ്ട്. സമാധാനത്തോടെ സ്നേഹത്തോടെ വസിപ്പാൻ ഓരോ മക്കളെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനാഥരെയും വിധവകളെയും ഓർക്കുന്നപ്പോൾ അവരെ സംരക്ഷിക്കുന്ന ദൈവം നീ മാത്രമാ കാത്തുകൊള്ളണമേ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്ന അവിടുത്തെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ള ദൈവം അവിടുന്ന്. എൻ്റെ സ്വർഗം തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന എൻ്റെ അപ്പച്ചനവരെ ആശ്വസിപ്പിച്ച് മുൻപോട്ട് നടപ്പാൻ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ രോഗികളെല്ലാം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, മഞ്ഞപ്പിത്തത്തിൻ്റെ അസ്വസ്ഥയാൽ ഭാരപ്പെടുന്നവർ, പകർച്ചബാധ പിടിയിലായിരിക്കുന്നവർ, ആസ്മ രോഗികൾ, തൈറോയിഡുള്ളവർ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ, എൻ്റെ ദൈവമായ കർത്താവേ, ഹാർട്ടിനും ലിവറിനും കിഡ്നിക്കും കുഴപ്പമുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ക്യാൻസർ രോഗികളെ എല്ലാം പേരുപേരായി സമർപ്പിക്കുന്നു. അപ്പാ മനസ്സലിയണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ഹാലേലിയ കണ്ണു കാഴ്ചയില്ലാതെ, കേൾവിയില്ലാതെ, ഓർമ്മയില്ലാതെ, ബുദ്ധിയില്ലാതെ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ ഏൽപ്പിക്കുന്നു. നടുവിൻ്റെ വേദനയും മുട്ടിൻ്റെ വേദനയുമുള്ളവരുണ്ട് കർത്താവേ. സ്തോത്രം കർത്താവേ. അപ്പാ, എല്ലാ പ്രാർത്ഥനാ വിഷയം അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശാരീരികമായ ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ജീവിതം, ഉദരസംബന്ധമായ രോഗമുള്ളവരെ, ബ്ലീഡിംഗ് ഉള്ളവരെ എല്ലാം തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതാ നീ നോർമലാക്കി എല്ലാവരെയും സമാധാനത്തിൽ കാത്തോണേ. എല്ലാ വിടുതലും സമാധാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം കർത്താവ്. അങ്ങനെ സമസ്ത ഭാരങ്ങളും അപ്പൻ്റെ പാദപിടത്തിലോട്ട് ഏൽപ്പിച്ച് തരികയാണ്. ഞങ്ങളുള്ളവരെ സൂക്ഷിപ്പാൻ സർവശക്തന് അവിടുന്ന് ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളെ സഹായിച്ചാട്ട് അനുഗ്രഹിച്ചാൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു കർത്താവ്. അങ്ങനെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് എല്ലാവരെയും സഹായിച്ചാട്ട് പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. ഇനിയും പ്രാർത്ഥിക്കാനുള്ള സകല പ്രാർത്ഥനാ വിഷയത്തിലുമേ കർത്താവ് മനസ്സല്യണമെന്നും പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണമേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.